4ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ മോന് ഇക്കൊല്ലം മുതൽ പെന്നാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഏത് പെന്ന് യൂസ് ചെയ്താലും നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടുമെന്ന് പരീക്ഷിച്ചൊരു വഴിക്കായി. 9:30ന്റെ മാച്ചല്ലേ ഇതെന്തായാലും കാണണമെന്ന് പറഞ്ഞ് ഇരുന്ന ആള് ആദ്യത്തെ ഗോള് കണ്ടപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി ട്ടോ. ഈജിപ്ത് നന്നായി കളിച്ചു. വേറെ ഒന്നും പറയാനില്ല. രാവിലെ എണീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന പണി എന്താ അറിയോ? സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കും. പിന്നെ ഇസ്തിരി ഇട്ട് വെക്കും. സാധാരണ തലേന്നാണ് ട്ടോ ചെയ്യാറ്. പിന്നെ ഓട്സ് ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികളെ എണീപ്പിച്ചു. ഇന്ന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. റൈസ് കുക്കറിൽ വെച്ച ചോറുണ്ടല്ലോ അതൊന്ന് ഊറ്റി കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങൾ തലേന്ന് രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സാമ്പാറിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പം ഒരാഴ്ചത്തേക്കുള്ള സാമ്പാർ ഉണ്ടാക്കി പോട്ടോ. അതെങ്ങനെ അറിയില്ല, ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റാറേ ഇല്ല. പക്ഷെ ഉപകാരമാണ്. നാളെ ദോശയ്ക്ക് കൊടുക്കാം, രാത്രി ചോറിന് കൊടുക്കാം. അങ്ങനെ പല വിധത്തിൽ സാമ്പാർ ഞാൻ സെർവ് ചെയ്യും. ഇതിന്റെ കൂടെ ഞാൻ അധികവും ഒന്നുകിൽ ഒരു മുട്ട വറുത്തത്, അല്ലെങ്കിൽ ഓംലെറ്റ്, അല്ലെങ്കിൽ ചെമ്മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സോയാബീനോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈയോ ഒക്കെ കൊടുക്കാം. സാമ്പാറിൽ പൊട്ടറ്റോ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ മുട്ട ചിക്കിയത് കൊടുത്തത്. അങ്ങനെ വെനസ്ഡേത്തെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കഥകളായിട്ട് അപ്പം നാളെ കാണാം അല്ലേ. ബൈ.